നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. പുണർതം നക്ഷത്രക്കാരുടെ 1202 ചിങ്ങം മുതൽ 1203 ചിങ്ങമാസം വരെയുള്ള സമ്പൂർണ്ണ വർഷഫലമാണ് പറയുന്നത്. 1202 ചിങ്ങമാസം മുതൽ 1203 ചിങ്ങമാസം വരെയുള്ള ഒരു വർഷക്കാലയളവിൽ പുണർതം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. വർഷത്തിൻ്റെ ആദ്യ പകുതി സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ രണ്ടാം പകുതിയിൽ ശനിയുടെയും രാഹുവിൻ്റെയും സ്വാധീനം കാരണം കൂടുതൽ അധ്വാനവും ജാഗ്രതയും ആവശ്യമായി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശനിദേവനെയും രാഹുദേവനെയും പ്രീതിപ്പെടുത്തുന്നതിനായിട്ടുള്ള പൂജാകർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ശനിദേവന് വേണ്ടിയിട്ട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാജനവും എള്ളുപായസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ രാഹുവിൻ്റേതായിരിക്കുന്ന സാന്നിധ്യം മാറുന്നതിനായിട്ട് സർപ്പക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആയില്യപൂജ, നൂറും പാലും സമർപ്പിക്കൽ, ക്ഷീരാഭിഷേകം, അതുപോലെ തന്നെ ഇളനീരഭിഷേകം, നാരങ്ങാ വിളക്ക് തുടങ്ങിയവ നടത്തി പ്രാർത്ഥിക്കുന്നത് പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷപകുതി മുതൽ അവസാന കാലം വരെയുള്ള സമയം അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം മുതൽ കന്നി തുലാം മാസം വരെയുള്ള സമയം വർഷാരംഭം പുണർതം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും നൽകും. മനസ്സിൽ കരുതിയ പല കാര്യങ്ങളും എളുപ്പത്തിൽ സാധ്യമാകുമെന്നുള്ളതാണ്. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ മാറി പുതിയ ഉത്തരവാദിത്തങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. ആഗ്രഹിച്ച രീതിയിലുള്ള സാമ്പത്തിക ലാഭം നേടുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കടങ്ങൾ തീർക്കാൻ വഴിയൊരുക്കം നടക്കും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാനും സന്താന സൗഖ്യത്തിനുമൊക്കെ യോഗമുണ്ട് എന്നുള്ളതാണ്. ചിങ്ങം മുതൽ കന്നി തുലാം മാസങ്ങളിൽ ചില ദോഷ ഫലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാം. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയും യാത്രാക്ലേശവുമൊക്കെ അനുഭവപ്പെടാമെന്നുള്ളതാണ്. വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ മിതത്വം പാലിക്കുക. ക്ഷേത്ര ദർശനം അനിവാര്യമാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ദോഷ ഫലങ്ങൾ കുറഞ്ഞു കിട്ടുക തന്നെ ചെയ്യും. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ വ്യാഴ ആനുകൂല്യം കാരണം സാമ്പത്തിക ഇടപാടുകളും ബിസിനസ്സിലുമൊക്കെ വൻ പുരോഗതി ദൃശ്യമാകും. ലോട്ടറി പോലെയുള്ള വലിയ ധനാഗമ മാർഗങ്ങൾ ഈ സമയം പുണർതം നക്ഷത്രക്കാരിൽ ഭാഗ്യം നിറയ്ക്കും എന്നുള്ളതാണ്. ഭൂമി വാങ്ങാനും വീട് നിർമ്മാണം നടത്തുക ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. വിദേശ തൊഴിൽ അല്ലെങ്കിൽ ഉന്നത പഠന ശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്ന സമയമാണ് വൃശ്ചികം, ധനു, മകരം മാസങ്ങൾ. ഈ മാസങ്ങളിൽ നിലനിൽക്കുന്ന ദോഷ ഫലങ്ങളെന്ന് പറയുന്നത് വരവിലധികം ചിലവ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ധനകാര്യ മാനേജ്മെൻറ്റ് നിർബന്ധമാക്കണം. ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഭക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അതുപോലെ തന്നെ അനാവശ്യമായ ആഡംബര ചെലവുകൾ പൂർണ്ണമായും വൃശ്ചികം, ധനു, മകരമാസങ്ങളിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്.
പുണർദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം കുംഭം, മീനം, മേടം മാസങ്ങൾ തൊഴിൽ രംഗത്ത് കഠിനാധ്വാനത്തിന് അനുസൃതമായ ഫലം ലഭിക്കുമെങ്കിലും ചില മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. പുതിയ വ്യാപാര കരാറുകൾ ഒപ്പിടാനും ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും. പൊതുപ്രവർത്തകർക്കും സാംസ്കാരിക രംഗത്തുള്ളവർക്കും ജനശ്രദ്ധയും പദവികളുമൊക്കെ ലഭിക്കുന്ന സമയമാണിത്. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ ശല്യമോ അനാവശ്യ തടസ്സങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. അതാണ് ഈ മാസങ്ങളിലെ ദോഷഫലം എന്ന് പറയുന്നത്. മേലധികാരികളുമായി വാക്കേറ്റത്തിന് മുതിരരുത്. മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ജോലിസ്ഥലത്തെ അനാവശ്യ കാര്യങ്ങളിൽ പ്രതികരിക്കാതെ ക്ഷമ പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ശാസ്താക്ഷേത്രത്തിലും അതുപോലെ തന്നെ സർപ്പക്ഷേത്രങ്ങളിലും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കുംഭം, മീനം, മേടം മാസങ്ങളിൽ ഉണ്ടാകുന്ന കഠിനാധ്വാനത്തിന് ഫലം അനുഭവിക്കുന്നതിന് കാരണമാകും. കഠിനാധ്വാനത്തിന് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നതിനും അത് ഭാഗ്യദായകമാകും. തീർച്ചയായിട്ടും ഈ ക്ഷേത്ര ദർശനം അനിവാര്യമാക്കുക. ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷാവസാന പാദത്തിൽ സാമ്പത്തികവും ആരോഗ്യപരവുമായ ജാഗ്രത വളരെ അത്യാവശ്യമാണ്. ഈ സമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശാസ്താക്ഷേത്രം, കാളീക്ഷേത്രം, മഹേശ്വര ക്ഷേത്രം, ദുർഗാദേവി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ വഴിപാട് തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെ അനുഗ്രഹദായകമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. ആത്മീയ യാത്രകൾക്കും പുണ്യക്ഷേത്ര സന്ദർശനങ്ങൾക്കും ഈ മാസങ്ങളിൽ അവസരമുണ്ടാകും. നിന്നുപോയ ചില കുടുംബപരമായ കാര്യങ്ങൾ വീണ്ടും സജീവമാക്കി കൊണ്ടുപോകാൻ കഴിയും. ഈ മാസങ്ങളിലെ ദോഷഫലങ്ങളെന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അപരിചിതരെ അമിതമായി വിശ്വസിക്കാതെ ഇരിക്കുക. വാഹന ഉപയോഗത്തിലും യാത്രകളിലും മുൻകരുതലുകൾ ആവശ്യമാവുക. അതുപോലെ തന്നെ വലിയ തുക കടം നൽകുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ വർഷം കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും അതുപോലെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ദർശനം നടത്തുന്നത് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. ഉത്തമമായ ദോഷ പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത് പുണർദം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമായതിനാൽ വ്യാഴാഴ്ചകളിലും പുണർദം നാളുകളിലും രാമമന്ത്ര ജപവും വിഷ്ണു സഹസ്രനാമ ജപവും നടത്തുന്നത് വളരെ വളരെ അനുഗ്രഹദായകമായിരിക്കും. തുളസിമാല സമർപ്പിക്കുന്നത് സർവ വിഘ്നങ്ങളും മാറുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വഴിപാട് സമർപ്പിക്കുന്നതും ഐശ്വര്യം നൽകുന്നതാണ്. തിങ്കളാഴ്ചകളിൽ ഭഗവാൻ ശിവന് ധാരയും കൂവളമാല സമർപ്പണവും നടത്തുന്നത് ആരോഗ്യ സൗഖ്യത്തിനും മാനസിക പ്രശാന്തിക്കും ഉത്തമമാണ്. വളരെ ശ്രദ്ധയോടെ മുന്നേറിയാൽ പുണർദം നക്ഷത്രക്കാർക്ക് ഭാവിയിൽ മികച്ച അടിത്തറയിടാൻ സാധിക്കുന്ന വർഷമായിരിക്കും 2026 തുടങ്ങി 2027 ചിങ്ങമാസം വരെയുള്ള സമയം. അതുപോലെ തന്നെ 2026 ഈ നാളുകാർക്ക് കാലം സമ്മിശ്രമായി കാണുന്നു. ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണത്തിന് പ്രാധാന്യം വരും. വരുമാന മാർഗങ്ങൾ മൊത്തത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സുഖഭോഗങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കും, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വന്നുകയറുന്ന പണം ആഡംബരത്തിനും അലങ്കാരത്തിനും അധികം വിനിയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വാഭാവികമായും ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് കാലമുണ്ട്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും. സ്വജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ട സാഹചര്യം കാണുന്നുണ്ട്. കൂട്ടുചേർന്നുള്ള വ്യാപാരങ്ങളും വ്യവസായങ്ങളും മനക്ലേശത്തിന് ഇടവരുത്തുമെന്നുള്ളതാണ്. പെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ദോഷങ്ങൾ ഉളവാക്കുന്നതായിരിക്കും. പിതൃസ്വത്തുക്കൾ കൈവശം വന്നു ചേരും. തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്ന സമയമായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. ഉദരരോഗങ്ങൾ ശല്യപ്പെടുത്തുമെന്നുള്ളതാണ്. ശ്രദ്ധിക്കണം.
മാതാവിൻ്റെ രോഗം മനസ്സ് അസ്വസ്ഥമാക്കും. ഭാര്യയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിലും ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകുന്നതാണ്. അത് ശാസ്ത്രഭജനത്തിലൂടെയും അതുപോലെ തന്നെ സർപ്പദോഷ പരിഹാരങ്ങളിലൂടെയും മാറിക്കിട്ടും. ഉദിഷ്ട കാര്യങ്ങൾക്ക് വിഘ്നമുണ്ടാകും. അതും ശാസ്താഭജനത്തിലൂടെയും നാഗദേവന്മാരെ ഭജിക്കുന്നതിലൂടെ മാറിക്കിട്ടും. അനിയന്ത്രിതമായ മാനസിക വിഷമത്തിന് അടിമപ്പെട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് മൂലം മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമാകുമെന്നുള്ളതും തിരിച്ചറിയേണ്ടുന്നതാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ നഷ്ടബോധം സദാ അലട്ടിക്കൊണ്ടിരിക്കും. ഈശ്വരാനുഗ്രഹവും ധനലാഭവും കാണുന്നുണ്ട്. ആത്മാർത്ഥതയ്ക്ക് മൂല്യമുണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയുണ്ട്. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുവാൻ കഴിയും. തീർച്ചയായിട്ടും ഗൃഹം മോടി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിലപ്പെട്ട സഹായം ലഭിക്കുവാൻ ഇടയുണ്ട്. വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസപരമായി ഉയർച്ച കാണുന്നു വിദ്യാർത്ഥികൾക്ക്. ഈ സമയം നല്ല ഉയർച്ചയാണ് വിദ്യാർത്ഥികൾക്കുണ്ടാകാൻ പോകുന്നത്. 2026-27 കാലം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയം തന്നെയാണ്. വ്യാപാരികൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം. സുദീർഘമായ ചർച്ചകളുടെ വിഷമം പിടിച്ച പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. ദുർചിന്തകൾ അതുപോലെ തന്നെ അശുഭചിന്തകൾ എന്നിവ ഒഴിവാക്കുക. പറഞ്ഞതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിലും അതുപോലെ തന്നെ കാളിക്ഷേത്രത്തിലും ദുർഗാദേവി ക്ഷേത്രത്തിലും മഹേശ്വര ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലുമൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് പോകുമ്പോൾ നമ്മളുടേതായ ദുഃഖദുരിതങ്ങളൊക്കെ തന്നെ നാഗക്ഷേത്രത്തിൽ പ്രധാനമായും ദുഃഖദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുകയും വർഷം നന്നായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. വരും വർഷങ്ങൾ ഈ വർഷത്തിൻ്റെ നന്മയിലൂടെ ഉയർന്നു പോകാനുള്ള ഭാഗ്യവും വന്നു ചേരും. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.